മലയാളത്തിലെ ഒരു പ്രമുഖ സംവിധായകൻ ഒരു സൂപ്പർ സ്റ്റാറിനെ വെച്ച് ഒരു സിനിമ ആലോചിക്കുന്നു. പക്ഷെ ആ സിനിമ സംഭവിക്കുന്നില്ല. വർഷങ്ങൾക്ക് ശേഷം അതേ കഥ മറ്റൊരു നായക നടനെ വെച്ചും ആലോചിക്കുന്നു. പക്ഷെ ആ സിനിമയും സംഭവിക്കുന്നില്ല. അത്തരത്തിലുള്ള ഒരു കഥയെക്കുറിച്ചും ആ ഒരു സംഭവിക്കാതെ പോയ ഒരു സിനിമയെക്കുറിച്ചൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം എൻ്റെ കയ്യിലുള്ളത് പഴയ ഒരു പത്രത്തിലെ ഒരു പരസ്യമാണ് ഒരു സിനിമയുടെ. ആക്ച്വലി ഇതിൽ 2 സിനിമകൾ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് കിന്നരിപ്പുഴയോരം എന്ന് പറയുന്ന സിനിമയാണ്. ഇത് 94 ഓണത്തിന് റിലീസായ ഒരു സിനിമയാണ്. അപ്പോൾ ഈ ഒരു സിനിമയുടെ ഇതിന് ഏറ്റവും വലുതായിട്ട് കൊടുത്തിരിക്കുന്ന ആ ഒരു സിനിമയാണ്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവാം. ഇത് നമുക്കറിയാം, ഹരിദാസ് എന്ന് പറയുന്ന സംവിധായകൻ ഇതിൽ ഗിരീഷ് പുത്തഞ്ചേരി സ്ക്രിപ്റ്റ് എഴുതി. അതായത് പ്രിയദർശൻ്റെ കഥയാണ്. പ്രിയദർശൻ്റെ കഥയിൽ ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ ഒരു സിനിമയാണ്. ഇതിൽ ശ്രീനിവാസനും സിദ്ദിഖും തിലകനും ജഗതി ശ്രീകുമാറും മുകേഷും എല്ലാവരും അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. ദേവയാനിയുടെ ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ ഈ ഒരു സിനിമയുടെ പ്രൊഡ്യൂസർ VBK മേനോൻ, നമ്മുടെ താഴ്വാരം ഉൾപ്പെടെയുള്ള ദേവാസുര ഉൾപ്പെടെയുള്ള വലിയ സിനിമകൾ ചെയ്തിട്ടുള്ള വലിയൊരു പ്രൊഡ്യൂസറാണ് അദ്ദേഹം. അപ്പോൾ ഇതിൽ കിന്നരിപ്പുഴയോരം സെപ്റ്റംബർ 15 മുതൽ എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അത് ആ ഓണത്തിന് തിയേറ്ററുകളിൽ നിന്ന്. ഇത് കഴിഞ്ഞിട്ട് ഇവരുടെ അടുത്ത സിനിമ ഉടൻ ചിത്രീകരണം ആരംഭിക്കുന്നു എന്ന് പറഞ്ഞ് എഴുതിയിട്ടുള്ള ഒരു സിനിമയാണ്. ഇതിൽ കുഞ്ചൻ നമ്പ്യാർ, മോഹൻലാൽ ഇന്നനാസ് കുഞ്ചൻ നമ്പ്യാർ, ഭരതൻ, VBK മേനോൻ. അനുഗ്രഹ റിലീസ് എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഈ VBK മേനോൻ്റെ നിർമ്മാണ കമ്പനിയുടെ അനുഗ്രഹ പ്രൊഡക്ഷൻസ് എന്നാണ്. അനുഗ്രഹ സിനിയേഴ്സിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേര്. അദ്ദേഹത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അനുഗ്രഹ റിലീസാണെന്നാണ്. അപ്പോൾ ഈ കുഞ്ചൻ നമ്പ്യാർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അദ്ദേഹം ഒരു വലിയ ഒരു കവിയൊക്കെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ബയോപിക്, ഇത് ഭരതൻ്റെ ഒരു സ്വപ്നമായിരുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് പലരും പറഞ്ഞിട്ടുണ്ട്. അതായത് ഭരതൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അന്ന് ഭരതൻ്റെ മനസ്സിൽ ഇത് മോഹൻലാലിനെ വെച്ചിട്ട് ചെയ്യുന്നതാണ്. എനിക്കൊന്ന് ഏകദേശം ഒരു 89-90 ആ കാലഘട്ടത്തിൽ 90 കഴിഞ്ഞിട്ട് താഴ്വാരമൊക്കെ റിലീസായി നിൽക്കുന്ന സമയത്താണ് ഭരതൻ ഈ ഒരു സിനിമ അന്ന് ചെയ്യണമെന്നുള്ള രീതിയിൽ ഒന്ന് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്കറിയാം, അതൊരു പീരീഡ് ഫിലിമൊക്കെ ആയതുകൊണ്ട്, പഴയ കാലഘട്ടമൊക്കെ ആയതുകൊണ്ട് ഒരുപാട് എന്താ പറയുക, അതിന് ഒരുപാട് പ്രിപ്പറേഷൻസ് വേണം. അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ആവും. പിന്നെ അങ്ങനെ കുറേ നമുക്ക് ഇന്ന് ഒരു എന്താ പറയുക, പ്രസൻറ്റ് കാലഘട്ടം പറയുന്ന പോലെയല്ലേ. എപ്പോഴും പഴയ കാലഘട്ടം പറയുമ്പോൾ അതിനനുസരിച്ചുള്ള സെറ്റിംഗ് ആയാലും കുറച്ച് ഡബിൾ എഫേർട്ട് എന്തായാലും വേണ്ടി വരും. അങ്ങനെ മോഹൻലാലിനെ വെച്ച് പ്ലാൻ ചെയ്തു. മോഹൻലാലിൻ്റെ ഓക്കെയൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയായിരിക്കും ഇത് അനൗൺസ്മെൻ്റ് ഒക്കെ വന്നിരിക്കുന്നത്. പക്ഷെ അന്നത് സംഭവിച്ചില്ല. അപ്പോൾ അതിനെക്കുറിച്ച് പിന്നീട് പല കഥകൾ കേട്ടിരിക്കുന്നത്, അന്ന് തകഴി അന്നൊരു ഒരു പരാമർശം നടത്തി. അതായത് കുഞ്ചൻ നമ്പ്യാരായിട്ട് മോഹൻലാൽ ആപ്റ്റല്ല. കാരണം അത് കുഞ്ചൻ നമ്പ്യാർ കുറച്ചും കൂടി ക്ഷീണിച്ചിട്ടാണ്, അദ്ദേഹം കുറച്ച് മെലിഞ്ഞിട്ടാണ്. അപ്പോൾ മോഹൻലാലിൻ്റെ അന്നത്തെ ഒരു തടിയൊക്കെ വെച്ചിട്ട് മോഹൻലാൽ ആ റോളിന് ഫിസിക്കലി ആപ്റ്റ് അല്ല എന്നുള്ളത് പറഞ്ഞ് അന്ന് അങ്ങനെ ഒരു പരാമർശം അദ്ദേഹം തകഴി നടത്തി. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണോ എന്നറിയില്ല, മോഹൻലാൽ പിന്നീട് ആ ഒരു സിനിമയിൽ നിന്ന് സ്വയം പിന്മാറുകയാണ് ചെയ്തത്. അങ്ങനെ ഒരുപാട് നാളുകൾ എഫേർട്ട് ഇട്ട് ഭരതൻ ഒരുപാട് സ്ക്രിപ്റ്റൊക്കെ എഴുതി. ഭരതൻ അന്ന് ഇതിനു വേണ്ടി, നമുക്കറിയാം ഭരതൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം നല്ലൊരു ആർട്ടിസ്റ്റും കൂടിയാണ്. അതായത് നന്നായിട്ട് വരയ്ക്കും. അദ്ദേഹം പോസ്റ്റർ ഡിസൈനറും കൂടിയൊക്കെ ആയിരുന്നു. ഇപ്പോൾ ആർട്ട് ഡയറക്ടറൊക്കെ എല്ലാ മേഖലയിലും വർക്ക് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സീൻസും ഒരു പോലെയാണെന്ന് നമ്മൾ പറയാറുണ്ട്. അത് അദ്ദേഹം അതുപോലെ എല്ലാം വരച്ച്, എല്ലാത്തിൻ്റെ കഥാപാത്രങ്ങളെ വരച്ചിട്ടാണ് അദ്ദേഹം ഒരു സ്ക്രിപ്റ്റിൻ്റെ കൂടെ തന്നെ എന്താ പറയുക സഞ്ചരിക്കാറുള്ളത്. അദ്ദേഹം ഒരു നടനെ കാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ നടൻ്റെ രൂപം, അദ്ദേഹത്തിൻ്റെ ആ കഥാപാത്രത്തിൻ്റെ രൂപം മനസ്സിൽ കൃത്യമായിട്ട് വരച്ചെഴുതിയിട്ടുണ്ടാവും. മനസ്സിലുള്ള രൂപം വരച്ചെഴുതിയിട്ടുണ്ടാവും. അത് വെച്ചിട്ടാണ് അദ്ദേഹം കാസ്റ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത്രയും എഫേർട്ടൊക്കെ ഇട്ടിട്ടും അത് സിനിമ സംഭവിക്കാതെ പോയത് അദ്ദേഹത്തിന് ഒരുപാട് വിഷമങ്ങൾ സംഭവിച്ചു. ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ജയറാമിനെ വെച്ചിട്ട് കുറേ നാളുകൾക്ക് ശേഷം അദ്ദേഹം ജയറാമിനെ വെച്ചിട്ട് ഇത് ചെയ്യാം എന്നുള്ള ഒരു പ്ലാനാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഇദ്ദേഹം ഒരുപാട് ചർച്ചകൾ, ഈ പറഞ്ഞ പോലെ VBK മേനോൻ തന്നെയായിരുന്നു അതും ചെയ്യാനിരുന്നിരുന്നത്. VBK മേനോനായിട്ടൊക്കെ ഒരുപാട് ചർച്ചകളിരുന്നു. എനിക്ക് തോന്നുന്നു അത് മാടമ്പ് കുഞ്ഞുട്ടനായിരുന്നു തോന്നുന്നു എഴുതാനിരുന്നിരുന്നത്. ഭരതൻ്റെ മനസ്സിലൊരു ഫുൾ സിനിമയുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുഞ്ചൻ നമ്പ്യാരുടെ ഒരു റിയൽ ലൈഫ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ശരിക്കും അന്ന് ഈ പറഞ്ഞ ഒരു പേപ്പട്ടി കടിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അവസാന ദിവസങ്ങളും ആദ്യ സമയങ്ങളിലൊക്കെ അങ്ങനെ കുറേ ബുദ്ധിമുട്ടൊക്കെ അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ബേസ് ചെയ്തിട്ടുള്ള സാധനമായിരുന്നു. പക്ഷെ അന്ന് ദേവരാഗം കഴിഞ്ഞു, അത് കഴിഞ്ഞ് മഞ്ജീരധ്വനി, ചുരം, ഇത്രയും സിനിമകളാണ് ഭരതൻ ആ കാലഘട്ടത്തിൽ, ഭരതൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചുരം, മഞ്ജീരധ്വനിയൊക്കെ കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിലോട്ട് കിടക്കാം, ഇതൊരു വലിയൊരു സിനിമ ഇതിലോട്ട് കിടക്കാമെന്ന് നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നതും. പിന്നീട് അതും നമുക്കറിയാം, അത് സംഭവിച്ചില്ല, അദ്ദേഹം വിട്ടുപോയി. പിന്നീട് ജയറാം തന്നെ പറഞ്ഞു, ജയറാമിൻ്റെ ഏറ്റവും വലിയൊരു നഷ്ടമായിരുന്നു അത്. കാരണം അതിൻ്റെ സ്ക്രിപ്റ്റ് ഇപ്പോഴും ആ വീട്ടിൽ, അത് KPC അടുത്തേക്ക് മരണത്തിന് മുമ്പ് വരെ KPC അടുത്ത് ജയറാമിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അന്ന് എഴുതിയ ഒരു സ്ക്രിപ്റ്റ് ഇപ്പോഴും വീട്ടിലിരിപ്പുണ്ടെന്നുള്ളത്. പിന്നീട് എനിക്ക് തോന്നുന്നു പലരും അത് സിനിമയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഭരതൻ്റെ ശിഷ്യനായിരുന്ന ജയരാജിന് അതൊരു ആലോചന ഉണ്ടായിരുന്നു, കേട്ടിട്ടുണ്ട്. പിന്നെ അന്ന്
ഭരതൻ്റെ ഒക്കെ മരണശേഷമാണെങ്കിൽ തന്നെ 2001 ആ ഒരു കാലഘട്ടങ്ങളൊക്കെ ജയറാം ആ സമയത്ത് ചില ഇൻ്റർവ്യൂസിലൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. കാരണം അത് ഭയങ്കര ആഗ്രഹമായിരുന്നു ചെയ്യാനായിട്ട്. പക്ഷേ അന്ന് ഈ പറഞ്ഞ പേപ്പർ ടീ കടിക്കുന്നതും മരണ സീൻസൊക്കെ അന്ന് പിന്നീട് ഒരുപാട് സിനിമകൾ അന്ന് ആ സമയത്ത് കരിമാടിക്കുട്ടനിൽ രാജേമ്പിദേവൻ്റെ ഒരു കഥാപാത്രം, പിന്നെ ആകാശത്തെ പറവകൾ എന്ന സിനിമയിലെ കലാപൻമണിയുടെ കഥാപാത്രം, ഇതൊക്കെ പേപ്പർ ടീ കടിച്ചിട്ട് മരിക്കുന്ന അപ്പോൾ അത് ഒരുപാട് സിനിമകൾ വന്ന കാരണം അതിൻ്റെ ഒരു ഫ്രഷ്നെസ്സും പോയതുകൊണ്ട് പിന്നീട് അത് ചെയ്യാൻ ഭരതനെ പോലെ ചെയ്യാൻ ആർക്കും സാധിക്കില്ല, അതുകൊണ്ട് അത് സംഭവിക്കില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ജയറാം പറഞ്ഞിരുന്നത്. പിന്നീട് പല വാർത്തകൾ കേട്ടിരുന്നു ജഗതി ശ്രീകുമാറിനെ വെച്ചിട്ട് ഏതൊരു സംവിധായകൻ അത് ചെയ്യാൻ ആലോചന ഉണ്ടായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്തായാലും അതൊന്നും സംഭവിച്ചില്ല. എന്തായാലും കുഞ്ചൻ നമ്പ്യാരുടെ ജീവിതം ഇന്നും ആരും സിനിമയാക്കാൻ പലവരും ആഗ്രഹിക്കുന്നുണ്ടാവാം, പലവരും അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ടുകൾ എടുക്കണം. എന്തായാലും മോഹൻലാൽ അന്നത് ചെയ്തിരുന്നെങ്കിൽ മലയാളത്തിലെ ഒരു വലിയൊരു സിനിമയെ മാറിയേനെ. നമുക്കറിയാം മോഹൻലാൽ വാനപ്രസ്ഥം പോലത്തെ സിനിമകളൊക്കെ ആ കാലഘട്ടത്തിൽ 2000-ലൊക്കെ ഒരുപാട് സിനിമകൾ മോഹൻലാലിൻ്റെ നമുക്ക് എന്താ പറയുക, ഒരു സിനിമ മാത്രമൊന്നുമല്ല. പക്ഷേ എന്തായാലും കുഞ്ചൻ നമ്പ്യാർ മോഹൻലാൽ ചെയ്തിരുന്നെങ്കിൽ വേറൊരു ലെവൽ നമുക്കത് കാണാൻ പറ്റി. ജയറാം ആണെങ്കിൽ ജയറാമിൻ്റെ കരിയറിൽ അതൊരു വലിയൊരു ബ്രേക്കാണ്. പക്ഷേ അതൊന്നും സംഭവിച്ചില്ല.